നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാലിനി നോക്ക്, ഞാനാ നോക്ക്, ഞാനാ. എന്താ പറ്റേ? നിനക്ക് വാ. നമ്മുടെ ശ്യാമ അവള് പോയി. ശാലിനി അവള് നമ്മളെ വിട്ട് പോവും. വിഷ്ണുട്ടാ പോട്ടെ, അത് അവളുടെ ഇഷ്ടമാ. തന്നോട് എത്ര വർഷം പറഞ്ഞ ആവശ്യമുള്ള സ്ഥലത്ത് പോരുന്നത്? പെണ്ണിനെ തൊട്ട് വേണ്ട, നമുക്ക് ജീവിക്കണം. ഒപ്പം അവളെ നമുക്ക് വേണം. എങ്കിലൊരു വഴിയുള്ളൂ. വിവരങ്ങൾ കുറെയൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു ശാരദാമ്മേ. അത് നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കേസാണെന്ന് കരുതിയാ ഞാൻ ഇടപെടാതിരുന്നത്. ഏതമ്മമാർക്കും മക്കളെ പറ്റി അങ്ങനെയല്ലേ വിചാരിക്കാൻ പറ്റൂ രഞ്ജിനി മോളെ. ഇതൊന്നും അത്ര നിസ്സാരമായി തള്ളിക്കളയരുത് ശാരദാമ്മേ. മുളയിലെ നുള്ളിയില്ലെങ്കിൽ കൈവിട്ടു പോവും. കഴിഞ്ഞ ദിവസം ഒരു ടീച്ചർ പരിതപിക്കുന്നത് കേട്ടതാ. 8 or 10 വർഷം മുമ്പ് 10-60 കുട്ടികൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ 5 or 6 പേരെ ഇത് ഉപയോഗിക്കുന്നവരായി ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതും ജീവിത സാഹചര്യങ്ങളിലും പഠന നിലവാരത്തിലും ഒക്കെ പിന്നിലായിരുന്നവര്. അങ്ങനെ വേർതിരിവൊന്നും ഇല്ല ഇപ്പോ. ഉപയോഗിക്കാത്തവരായുള്ളത് 5 or 6 കുട്ടികളാ. ഉപയോഗിക്കുന്നവർക്ക് അല്ലാത്തവരെ പറ്റി പുച്ഛോ. സൂക്ഷിക്കേണ്ടത് മാതാപിതാക്കളെ തന്നെയാ ശാരദാമ്മേ. മോളെ നിക്കടാ അവിടെ. പിടിക്കാന്നെ നീയാ നവീൻ അല്ലേ? ഇന്നും ടൗണിൽ ബസ് സ്ട്രൈക്ക് ആയിരിക്കും. അല്ല, പിന്നെ നീ പറയടാ മറുപടി. പെട്രോൾ അടിച്ച നീയല്ലേ? ഒരു പരിചയത്തിന്റെ പേരിൽ ഞാനൊരു ലിഫ്റ്റ് കൊടുത്തേ ഉള്ളൂ. എന്നാലിപ്പോ നമ്മള് തമ്മിൽ അത്യാവശ്യത്തിന് നല്ല പരിചയമായെന്ന് തോന്നുന്നു. മോന് ഞാനൊരു ലിഫ്റ്റ് തരാം. നീ ആ വണ്ടിയിലേക്ക് കയറിക്കോ. മാഡം പിടിച്ച് കേറ്റടോ ഇവനെ. അല്ല മാഡം, ഞാൻ അങ്ങോട്ട്. നീ വെറുതെ അടി വാങ്ങിച്ചു കൂട്ടണ്ട. എന്താ നിങ്ങൾ കാട്ടുന്നേ? ശാരദാമ്മേ, ഇവളെ ഞാനങ്ങ് തൂക്കിക്കോട്ടെ. രഞ്ജിനി മോള് കൊണ്ടുപോയിക്കോ. ഈ അവസ്ഥയിൽ എനിക്ക് ഇവളെ വേണ്ട. ശാരദയുടെ മകളല്ല ഇവള്. അമ്മേ, നേരടി പറഞ്ഞത്. മനസ്സറിഞ്ഞ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലാത്തവളെ ഈ ശാരദ. മക്കൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്തിരുന്നതും അങ്ങനെ തന്നെയാ. ഓരോ തലതിരിഞ്ഞ മരുന്നിന്റെ ലഹരിയില് ആരെന്റെ നെഞ്ചത്ത് കത്തിയും കത്രികയും കയറ്റാനായിട്ട് ശാരദാമ്മയ്ക്ക് മക്കളെ വേണ്ട. ശാരദാമ്മ സമാധാനായിട്ടിരിക്ക. ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വാ നീ ഇങ്ങോട്ട് വരാൻ. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഹോട്ടലിൽ ഇപ്പൊ ഫ്രീ ടൈം അല്ലേ? നമുക്ക് കുറച്ചു നേരം കഥ പറഞ്ഞിരിക്കാം. നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വെറും ഒരു കഥ മാത്രമാ. അത് നമ്മുടെ അച്ഛനമ്മമാർ അനുഭവിച്ച നരകമാണെങ്കിൽ കൂടി ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ല. കാരണം വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു നീ. ഇളയ കുട്ടികൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. എന്താണെന്നറിയോ നിനക്ക്?
അച്ഛനമ്മമാരുടെയും മുതിർന്ന സഹോദരങ്ങളുടെയും ജീവിതം അധികം കണ്ടിട്ടില്ല അവർ. അവർക്ക് തിരിച്ചറിവാകുമ്പോൾ മുതൽ അവരനുഭവിക്കുന്നത് മാത്രമായിരിക്കും അവരുടെ ജീവിതം. അതിനു മുമ്പ് മറ്റുള്ളവർ ജീവിച്ചതൊക്കെ അവരെ സംബന്ധിച്ച് കെട്ടുകഥകൾ മാത്ര, അതല്ലെങ്കിൽ അതിശയോക്തികൾ. ഞങ്ങളെല്ലാം അരവയർ നിറച്ച് നിന്നെ നിറച്ചൂട്ടിന്ന് പറഞ്ഞ എപ്പോഴാന്ന് ചോദിക്കും. ചിലപ്പോ നുണയാണെന്ന് പരിഹസിക്കുകയും ചെയ്യും. അമ്മമാരാ ത്യാഗങ്ങളൊക്കെ ചിലപ്പോ മറന്നൂന്ന് വരും. പക്ഷേ മുതിർന്ന കുട്ടികൾ മറക്കില്ലല്ലോ. അതാടി ഇന്ന് ഓരോ വീട്ടിലും നടക്കുന്ന സഹോദരങ്ങൾ തമ്മിലുള്ള പോരും ചോര വീഴ്ത്തലും. എന്നോട് എന്തിനാ ഇതൊക്കെ പറയുന്നേ? നിന്നോടിതൊക്കെ എന്തിനാ പറയുന്നത്? നിന്നോടിതൊക്കെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിന്നോടിതൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്കെന്താ പ്രയോജനം എന്ന് നീ കൂടി ഒന്ന് ആലോചിക്കണം. കേരള പോലീസിന്റെ ഉന്നത ശ്രേണിയെടുത്ത ചീഫ് മിനിസ്റ്ററും ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവരുമായി നേരിട്ട് ബന്ധപ്പെടാൻ അധികാരവും അവകാശവുമുള്ള 10 പദവികളിലൊന്ന് തോളത്ത് തൂക്കുന്നയാൾ, ഓരോ സെക്കൻഡിനും ഇന്ത്യൻ പോലീസ് സർവീസ് പ്രതിഫലം നൽകുന്ന ഒരാൾ എന്തിനാടി നിന്റെ ഈ കൂനാച്ചി ചായക്കടയിൽ വന്ന് നിനക്ക് സാരോപദേശ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്? നീ ആരാടി? സ്റ്റാൻഡ് അപ്പ് ദേർ. എടി, നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കൊരു വിചാരമുണ്ട്. അവർക്ക് ചുറ്റും ആ ലോകം കറങ്ങുന്നതെന്ന് തോന്നും. ശരീരത്തിലേക്ക് യൗവനം കടന്നു വരുമ്പോ തോന്നുന്നൊരു ഭ്രമം മാത്രമാണത്. അതിനെ പ്രോത്സാഹിപ്പിക്കാനും കടമുനക്കോണിനെ വർണ്ണിച്ച് കവിത എഴുതാനും ഒക്കെ ചില കോന്തന്മാരും കാണും. പക്ഷേ പണവും പദവിയും വിദ്യാഭ്യാസവും അന്തസ്സും ഒന്നും ഇല്ലെങ്കിൽ ആണും പെണ്ണും വെറും ചണ്ടിയാ. പോലീസ് സ്റ്റേഷന്റെ കോടതിയുടെയൊക്കെ വരാന്തയിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരെ അല്ല, ഒരു സിവിൽ പോലീസ് ഓഫീസറെ കാണുമ്പോൾ പോലും കയ്യും കൂപ്പി നിയമസഹായം തേടി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇന്ന് ഈ ഭൂമിയിൽ. അതിനേക്കാൾ ഒരു പടി പോലും മീരെയല്ല നീ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, ശാരദാമ്മ. ഒരു നാടിനെ മുഴുവൻ അന്നമൂട്ടുന്ന പുണ്യം. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും ആ പുണ്യത്തിന് മുമ്പിലാ എന്നെ പോലുള്ളവര് ഓച്ചാനിച്ച് സല്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ നിന്റെയൊക്കെ നീ നേരെ വാ നേരെ പോന്നുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ഒരു പെൺകുട്ടി മയക്കുമരുന്ന് കൈവശം വെക്കുകയും അത് ഉപയോഗിക്കുകയും ആ ലഹരിയിൽ മറ്റുള്ളവർക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന വിധം അക്രമാസക്തയാവുകയും ഒരു സ്ത്രീയെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിക്കാരി ശാരദാമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.